എല്ലാവർക്കും നമസ്കാരം. ITA അരീക്കോട് ഫിറ്റർ ഫസ്റ്റ് ഇയർ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് ലെയ്ത്ത് ടൂൾ പോസ്റ്റ് എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ്. എൻ്റെ പേര് രാധാകൃഷ്ണൻ, അരീക്കോട് ITAയിലെ സീനിയർ ഇൻസ്ട്രക്ടറാണ്. ഇപ്പോൾ ലെയ്ത്തിൽ ഇത് മുമ്പിൽ കുറേ ക്ലാസ്സുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇപ്പോൾ ലെയ്ത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമായിട്ടുള്ള ടൂൾ പോസ്റ്റിനെ കുറിച്ചാണ് ഇന്ന് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്താണ് ടൂൾ പോസ്റ്റ് എന്ന് നോക്കാം. ദ ടൂൾ പോസ്റ്റ് ഹോൾഡ്സ് ആൻഡ് ഫേമിലി സപ്പോർട്ട്സ് ദ ടൂൾ ഓർ ടൂൾസ്. അപ്പം ഒരു ലെയ്ത്തിൽ ടൂൾ പോസ്റ്റ് സാധാരണഗതിയിൽ കാരേജിൻ്റെ ഏറ്റവും മുകളിലെ ഭാഗത്ത് കാണപ്പെടുന്ന ഉപകരണമാണ് ടൂൾ പോസ്റ്റ്. ആ ടൂൾ പോസ്റ്റ് ഒരു വർക്കിന്, അതായത് ഒരു ടൂളിനെ ശരിയായി ഉറപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് നമ്മൾ ടൂൾ പോസ്റ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ടൂൾ പോസ്റ്റിനുള്ളിൽ ടൂള് വളരെ ഉറപ്പിച്ച് നിർത്തുന്നു. ഇതിന് ഉപയോഗിക്കുന്നതാണ് ടൂൾ പോസ്റ്റ്. ദ ടൂൾ പോസ്റ്റ് ഈസ് ഫിറ്റഡ് ഓൺ ദ ടൂൾ സൈഡ്. ഇത് ടൂൾ സൈഡിൻ്റെ ടോപ്പ് സൈഡിൻ്റെ മുകളിലാണ് ഈ ടൂൾ പോസ്റ്റ് ഫിറ്റ് ചെയ്യുന്നത്. ദ കോമൺലി യൂസ്ഡ് ടൈപ്പ് ഓഫ് ടൂൾ പോസ്റ്റ് ആർ. പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടൂൾ പോസ്റ്റ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ്, അമേരിക്കൻ ടൈപ്പ് ടൂൾ പോസ്റ്റ് ഓർ സിംഗിൾ വേ ടൂൾ പോസ്റ്റ്. ഒന്നാമത്തത് സിംഗിൾ വേ ടൂൾ പോസ്റ്റാണ്. അതിന് മറ്റൊരു പേരാണ് അമേരിക്കൻ ടൈപ്പ് ടൂൾ പോസ്റ്റ്. അടുത്തത് ഇൻഡെക്സിങ് ടൈപ്പ് ടൂൾ പോസ്റ്റ് ഓർ സ്ക്വയർ ടൂൾ പോസ്റ്റ്. അടുത്തത് സ്ക്വയർ ടൂൾ പോസ്റ്റാണ്. അതിൻ്റെ വേറൊരു പേരാണ് ഇൻഡെക്സിങ് ടൈപ്പ് ടൂൾ പോസ്റ്റ്. അടുത്തത് ക്വിക്ക് ചേഞ്ച് ടൂൾ പോസ്റ്റ്. ഇങ്ങനെ 3 തരത്തിലുള്ള ടൂൾ പോസ്റ്റാണ് പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിൽ ഓരോന്നും ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ്, സിംഗിൾ വേ ടൂൾ പോസ്റ്റ്. ആ ചിത്രം ശ്രദ്ധിക്കുക. ഒരു സമയം ഒരു ടൂൾ മാത്രമേ ഇതിൽ ഹോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ സർക്കുലർ ടൂൾ പോസ്റ്റ് ബോഡി ആൻഡ് പില്ലർ വിത്ത് എ സ്ലോട്ട് ഫോർ അക്കോമഡേറ്റിംഗ് ദ ടൂൾ ഓർ ടൂൾ ഹോൾഡർ. ഇതിന് ഒരു ടൂള് അല്ലെങ്കിൽ ടൂൾ ഹോൾഡർ ഫിറ്റ് ചെയ്യാനുള്ള ഒരു സ്ലോട്ട് ഉണ്ടാവും. ഈ സ്ലോട്ടിലാണ് ടൂൾ കയറ്റി വെക്കുന്നത്. എ റിംഗ് ബേസ്, എ റോക്കർ ആം, ബോർഡ് പീസ് ആൻഡ് ടൂൾ ക്ലാമ്പിംഗ് സ്ക്രൂ കംപ്ലീറ്റ് അസംബ്ലി ഓഫ് ദ ടൈപ്പ് ഓഫ് ടൂൾ പോസ്റ്റ്. ഈ ടൂൾ പോസ്റ്റിൽ പ്രധാനമായിട്ട് ഭാഗങ്ങൾ നമ്മൾ വരുന്നത് ഒരു റിംഗ് ബേസ്, ഒരു റൗണ്ട് ഷേപ്പിലുള്ള ബേസ് അടിയിലുണ്ടാവും. പിന്നെ റോക്കറാം, ഒരു ബോട്ട് പീസ് ഉണ്ടാവും. ബോട്ട് പീസ് ടൂള് പൊക്കാനും താഴ്ത്താനും വേണ്ടിയിട്ട് ഒരു ബോട്ട് പീസ് ഉണ്ടാവും. അതുപോലെ ടൂൾ ക്ലാമ്പിംഗ് സ്ക്രൂ ഏറ്റവും മുകളിൽ നിന്ന് കാണാൻ പറ്റും. ഇതാണ് ഒരു സിംഗിൾ വേ ടൂൾ പോസ്റ്റിൻ്റെ ഭാഗങ്ങൾ. ദ ടൂൾ ഈസ് പൊസിഷൻഡ് ഓൺ ദ ബോട്ട് പീസ് ആൻഡ് ക്ലാമ്പ്ഡ്. ഈ ടൂള് ബോട്ട് പീസിന് മുകളിലാണ് പൊസിഷൻ ചെയ്യുന്നത്, എന്നിട്ട് ക്ലാമ്പ് ചെയ്യുന്നു. ദ സെൻറ്റർ ഹൈറ്റ് ഓഫ് ദ ടൂൾ ടിപ്പ് ക്യാൻ ബി അഡ്ജസ്റ്റഡ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് റോക്കർ ആം ആൻഡ് ദ റിംഗ് ബേസ്. ഇതിൻ്റെ സെൻറ്റർ ഹൈറ്റ്, ഈ ടൂൾ ടിപ്പിൻ്റെ സെൻറ്റർ ഹൈറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ആ റിംഗ് ബേസ് ഉപയോഗിച്ച്. ഓൺലി വൺ ടൂൾ ക്യാൻ ബി ഫിക്സഡ് ഇൻ ദിസ് ടൈപ്പ് ഓഫ് ടൂൾ പോസ്റ്റ്. ഈ ടൂൾ പോസ്റ്റിൽ ഒരേ സമയം ഒരു ടൂൾ മാത്രമേ ഹോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ. ദ റിജിഡിറ്റി ഓഫ് ദ ടൂൾ ഈസ് ലെസ് ആസ് ഇറ്റ് ഈസ് ക്ലാമ്പഡ് വിത്ത് വൺ ടൂൾ ബോൾട്ട്. ഒരൊറ്റ ബോൾട്ട് മാത്രമാണ് ഇത് ഉറപ്പിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റിജിഡിറ്റി കുറവായിരിക്കും. ഇനി സിംഗിൾ വേ ടൂൾ പോസ്റ്റ്. സിംഗിൾ വേ ടൂൾ പോസ്റ്റിൻ്റെ ഒരു ചിത്രമാണ് കാണിച്ചിരിക്കുന്നത്. ഇതിൽ ഒരു ബോട്ട് പീസ് കാണാൻ പറ്റും. ആ ബോട്ട് പീസ് ഒരു ഹാഫ് റൗണ്ട് പീസാണ്. ഹാഫ് റൗണ്ട് പീസ് നമ്മൾ തിരിക്കുന്നതനുസരിച്ച് ഉയർത്താനും താഴ്ത്താനും പറ്റും. അപ്പോൾ നമുക്ക് സെൻറ്ററായിട്ട് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റും. ഇനി അടുത്തതാണ് പറയുന്നത് ഇൻഡെക്സിങ് ടൈപ്പ് ടൂൾ പോസ്റ്റ്. രണ്ടാമത്തെ തരം ടൂൾ പോസ്റ്റാണ് ഇൻഡെക്സിങ് ടൈപ്പ് ടൂൾ പോസ്റ്റ്. ചിത്രം ശ്രദ്ധിക്കുക. ഇറ്റ് ഈസ് ആൾസോ കാൾഡ് ആ സ്ക്വയർ ടൂൾ പോസ്റ്റ് ഓർ 4-വേ ടൂൾ പോസ്റ്റ്. അപ്പോൾ ഇൻഡെക്സിൻ്റെ ടൂൾ പോസ്റ്റിന് 4-വേ ടൂൾ പോസ്റ്റ് എന്നും അതുപോലെ സ്ക്വയർ ടൂൾ പോസ്റ്റ് എന്നും പേരുണ്ട്. 4 ടൂൾസ് ക്യാൻ ബി ഫിക്സഡ് ഇൻ ദിസ് ടൈപ്പ് ഓഫ് ടൂൾ പോസ്റ്റ് ആൻഡ് എനി വൺ ക്യാൻ ബി ബോട്ട് ഇൻ ടു ഓപ്പറേറ്റിംഗ് പൊസിഷൻ ആൻഡ് ദി സ്ക്വയർ ഹെഡ് ഈസ് ക്ലാമ്പ്ഡ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് ഹാൻഡ് ലീവർ. അപ്പോൾ ഇതിന് നമുക്ക് ടൂൾ പോസ്റ്റിൽ 4 ടൂള് നമുക്ക് ഒരേ സമയം ഫിറ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഓപ്പറേറ്റിംഗ് കണ്ടീഷനിൽ കൊണ്ടുവരാൻ പറ്റും. അതേപോലെ തന്നെ ഒരു സ്ക്വയർ ഹെഡ് മോഡ് അറിയാൻ പറ്റും. അത് നമുക്കൊരു ക്ലാമ്പ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഒരു ഹാൻഡിൽ ഉപയോഗിച്ച് ടൈറ്റ് ചെയ്തിട്ട് ഉറപ്പിക്കാൻ പറ്റും. ബൈ ലൂസണിങ് ദ ഹാൻഡിൽ ലിവർ ദ നെക്സ്റ്റ് ടൂൾ ക്യാൻ ബി ഇൻഡെക്സ്ഡ് ആൻഡ് ബ്രോട്ട് ഇൻ ടു ഓപ്പറേറ്റിംഗ് പൊസിഷൻ. അപ്പോൾ ഈ ഹാൻഡിൽ ലിവർ തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ടൂൾ ഇൻഡെക്സ് ചെയ്യാൻ പറ്റും. ആ ടൂള് ഓപ്പറേറ്റിംഗ് പൊസിഷനിൽ കൊണ്ടുവരാൻ പറ്റും.
ദ ഇൻഡെക്സിങ് ഈസ് മാനുവലി. നമുക്ക് ഓരോ ടൂൾ മാറി മാറി ഉപയോഗിക്കുന്നത് മാനുവലായിട്ടാണ് ചെയ്യുന്നത്. ഇതിൽ ഓട്ടോമാറ്റിക് പൊസിഷൻ ഇല്ല. അപ്പോൾ ഇതിന് പ്രത്യേകത എന്ന് വെച്ചാൽ ഒരേ സമയം 4 ടൂൾ ഹോൾഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ 4 ടൂൾ മാറി മാറി ഉപയോഗിക്കാൻ വേണ്ടി നമുക്ക് ഇൻഡെക്സിങ് ടൂൾ പോസ്റ്റ് ഉപയോഗിക്കാം. ദി അഡ്വാൻറ്റേജസ് ആർ ആസ് ഫോളോസ്. ഇനി ഇതിൻ്റെ ഈ 4-way ടൂൾ പോസ്റ്റിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈച്ച് ടൂൾ ഈസ് സെക്യൂർഡ് ഇൻ ദ ടൂൾ പോസ്റ്റ് ബൈ മോർ ദാൻ 1 ബോൾട്ട് ആൻഡ് ദെർഫോർ ദ റിജിഡിറ്റി ഈസ് മോർ. ഇതിന് ഓരോ ടൂളും ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒന്നിൽ കൂടുതൽ ബോൾട്ടുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് അതിന് റിജിഡിറ്റി കൂടുതലായിരിക്കും, ഇത് ഫിക്സ് ചെയ്യുന്നതിന് കൂടുതൽ ഉറപ്പ് കിട്ടും. ഫ്രീക്വൻറ്റ് ചേഞ്ചിങ് ഓഫ് ദ ടൂൾ ഡിഫറെൻറ്റ് ഓപ്പറേഷൻസ് നീഡ് നോട്ട് ബി ഡൺ ആസ് ആൾ ദ 4 ടൂൾസ് ക്യാൻ ബി ക്ലാംപ്ഡ് അറ്റ് ദി സെയിം ടൈം. അപ്പോൾ ഇതിന് ഓരോ ടൂൾസ് മാറി മാറി ഉപയോഗിക്കാൻ വേണ്ടി നമുക്ക് 4 ടൂൾസും മാറി മാറി ഉപയോഗിക്കാൻ പറ്റും. The disadvantages is that skill is required to set the tools and it takes more time to set the center height. നമുക്കറിയാം, ഒരു ടൂൾ സെറ്റ് ചെയ്യണമെങ്കിൽ ആ വർക്കിൻ്റെ കറക്റ്റ് സെൻറ്ററിലേക്ക് എത്തിക്കണം, കറക്റ്റ് സെൻറ്റർ ഹൈറ്റ് കറക്റ്റ് ആക്കണം. അപ്പോൾ ഈ ടൈപ്പ് ടൂൾ പോസ്റ്റിൽ നമുക്ക് സെൻറ്റർ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് അടിയിൽ പീസൊക്കെ വെച്ച് കൊടുക്കണം, പീസ് വെച്ച് ഹൈറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് സമയമെടുക്കും. അതാണ് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. ഇനി അടുത്ത ഇതാണ് ക്വിക്ക് ചേഞ്ച് ടൂൾ പോസ്റ്റ്. ഇപ്പോൾ ആധുനിക മോഡേൺ ടൈമിലൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ടൈപ്പുള്ള ടൂൾ പോസ്റ്റാണ് ക്വിക്ക് ചേഞ്ച് ടൂൾ പോസ്റ്റ്. ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ പെട്ടെന്ന് നമുക്ക് മാറ്റാൻ പറ്റും ടൂൾ പോസ്റ്റ് നമ്പർ. മോഡേൺ ഡേയ്സ് ആർ പ്രൊവൈഡഡ് വിത്ത് ദിസ് ടൈപ്പ് ഓഫ് ടൂൾ പോസ്റ്റ്. ഇൻസ്റ്റെഡ് ഓഫ് ചേഞ്ചിങ് ദ ടൂൾസ്, ദ ടൂൾ ഹോൾഡർ ഈസ് ചേഞ്ച്ഡ് ഇൻ വിത്ത് ദ ടൂൾ ഈസ് ഫിക്സഡ്. ഇതിന് ടൂൾ ചേഞ്ച് ചെയ്യുന്നതിന് പകരം ഇത് ടൂൾ പോസ്റ്റ് തന്നെയാണ് ഇതിൽ മാറ്റുന്നത്. നമുക്കറിയാം, ഈ ടൂൾ ഹോൾഡർ, ഇതിൽ ഈ ടൂൾ പോസ്റ്റിന് മുകളിൽ ടൂൾ ഹോൾഡർ എന്ന് ചെയ്താൽ കാണാൻ പറ്റും. ഈ ടൂൾ ഫിറ്റ് ചെയ്ത ടൂൾ ഹോൾഡർ നമുക്കൊരു ലെയ്ത്തിൻ്റെ അപ്പം ഒന്നിൽ കൂടുതൽ 2, 3, 4 വരും. അപ്പോൾ നമുക്ക് ഈ ടൂൾ ഹോൾഡറാണ് നമ്മൾ മാറ്റി വയ്ക്കുന്നത്. അപ്പോൾ ടൂൾ ഹോൾഡറിൽ ടൂളുകൾ ആൾറെഡി ഫിറ്റ് ചെയ്തിരിക്കും. ദിസ് ഈസ് എക്സ്പെൻസീവ് ആൻഡ് റിക്വയർസ് നമ്പർ ഓഫ് ടൂൾ ഹോൾഡേഴ്സ്. അപ്പോൾ ഇതിന് കുറേ അധികം, സാധാരണ രീതിയിൽ ലെയ്ത്തിൽ വരുമ്പോൾ ഇതിന് കുറേ അധികം ടൂൾ ഹോൾഡേഴ്സ് ഉണ്ടാവും, ഇതിന് കൂടെ വരും. ബട്ട് ഇറ്റ് ക്യാൻ ബി സെറ്റ് ടു ദി സെൻറ്റർ ആയിട്ട് ഈസിലി ആൻഡ് ഹാസ് ബെസ്റ്റ് റിജിഡിറ്റി ഫോർ ദ ടൂൾ. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത് ഇതിൽ സെൻറ്റർ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ എളുപ്പമാണ്. നമുക്ക് ഉയർത്താനും താഴ്ത്താനും ഒക്കെ ഹാൻഡിൽ തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര വേണം ഉയർത്താനും താഴ്ത്താനും വളരെ എളുപ്പമാണ്. പിന്നെ റിജിഡിറ്റിയും കൂടുതലാണ്. ഇതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. ഒരു ക്വിക്ക് ചേഞ്ച് ടൂൾ പോസ്റ്റിൻ്റെ ചിത്രം, പുതിയ ടൈപ്പിലുള്ള ടൂൾ പോസ്റ്റ് ചിത്രമാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുത്തത് ലെയ്ത്ത് ടൂൾ പോസ്റ്റിനെ കുറിച്ചാണ്. ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.